അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ആ ഭവനങ്ങൾ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ ഹൃദയത്തിലും സങ്കല്പിക്കപ്പെട്ടിട്ടില്ലാത്തതുമാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വർഗത്തെപ്പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഇഷ്ടികകൾ, കുങ്കുമമാണ് അതിലെ മണ്ണ്, മുത്തും മാണിക്യ കല്ലുകളുമാണ് അവിടുത്തെ ചരൽക്കല്ലുകൾ, ഒരു കുറവുമില്ലാത്ത അനുഗ്രഹങ്ങളും ഒരിക്കലും നശിക്കാത്ത നിത്യവാസവും, വസ്ത്രം നിരുമ്പിക്കില്ല, യുവത്വം നശിക്കില്ല. മറ്റൊരിക്കൽ സഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സ്വർഗത്തിലെ താമസ സ്ഥലങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? ഞങ്ങൾ പറഞ്ഞു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗത്തിൽ പ്രത്യേകതരം മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട ചില താമസ സ്ഥലങ്ങളുണ്ട്. അകത്തു നിന്ന് പുറവും പുറത്തു നിന്ന് അകവും കാണപ്പെടുന്ന രൂപത്തിലാണ് അവ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയങ്ങളിലും ഉദിക്കാത്ത ധാരാളം അനുഗ്രഹങ്ങളും സുഖാഭോഗങ്ങളും അവിടെയുണ്ട്. അവർ ചോദിച്ചു, ആർക്കാണ് നബിയെ ഇതൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാം വ്യാപിപ്പിക്കുന്നവനും ഭക്ഷിപ്പിക്കുന്നവനും വ്രതം പതിവാക്കുന്നവനും ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിസ്കരിക്കുന്നവരുമാണ്. ഞങ്ങൾ ചോദിച്ചു, ആർക്കാണ് നബിയെ അതിന് സാധിക്കുവാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് സാധിക്കും, ഞാനത് പറഞ്ഞു തരാം. തൻ്റെ സഹോദരനെ കാണുമ്പോൾ സലാം പറയുന്നവനും മടക്കുന്നവരുമാണ്. സലാമിനെ വ്യാപിപ്പിച്ചവൻ, വയറു നിറയെ കുടുംബത്തിന് ഭക്ഷണം നൽകിയവനാണ്. ഭക്ഷിപ്പിച്ചവൻ, റമദാൻ മാസത്തിലും മറ്റു മാസങ്ങളിലും 3 ദിവസവും വ്രതം അനുഷ്ഠിച്ചവനാണ്. വ്രതം പതിവാക്കുന്നവൻ, ഇശാ നിസ്കരിക്കുകയും സുബഹയുടെ ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കുന്നവനുമാണ്. ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിച്ചവൻ.